ഹായ് ഗായ്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കുറേ നാളായി കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ആക്ച്വലി വർക്കിൻ്റെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്തും ഒന്നുകിൽ ഭയങ്കര ടയേർഡായിരിക്കും, പിന്നെ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനുണ്ടാവും, പിന്നെ ലേറ്റ് ആയിട്ടായിരിക്കും വരിക. പിന്നെ വീക്കെൻഡ്സിലാണെങ്കിലും ആ ഒരു ഫുൾ വീക്ക് ഡേയുടെ ആ ഒരു പ്രഷറും സ്ട്രെസ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് തീർക്കും. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരു മോട്ടിവേഷനും ഇല്ലായിരുന്നു, വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് ഭയങ്കര എന്താ പറയാ, ഭയങ്കര പ്രഷറിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ആക്ച്വലി കുറച്ച് കാമായിട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ഒന്ന് പുറത്ത് പോവാണ്. ഇവിടെ ഗ്ലോബൽ വില്ലേജിലാണ് പോണത്, ദുബായിൽ. ഇത് ആക്ച്വലി വിന്റർ ടൈമിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അവിടെ കുറേ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ഉണ്ട്. പല രാജ്യത്തിന്റെ പവിലിയൻസ് ഉണ്ട്, അത് കാണാൻ നമുക്ക്. പിന്നെ അവിടുത്തെ കുറെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ കുറെ റൈഡ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഓൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറെ എക്സ്പീരിയൻസ് ചെയ്യാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ വി തോട്ട് ഓക്കെ, എന്തായാലും ഇന്ന് സൺഡേ ആണ്, അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും ഇന്ന് ഗ്ലോബൽ വില്ലേജിന്റെ വീഡിയോ ആയിരിക്കും. അപ്പം അവിടെ ഞാൻ പോണ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ അവിടെ ട്രൈ ചെയ്യുന്ന ഫുഡും കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലും റൈഡിൽ കയറാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, സമയം നമ്മളെ അനുവദിക്കുവാണെന്നുണ്ടെങ്കിൽ അതും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളി കാണുക ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ ഓർ നോട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി ഓക്കെ. അങ്ങനെ ഇത് ഗ്ലോബൽ വില്ലേജിലേക്കുള്ളൊരു എൻട്രൻസിൻ്റെ വഴിയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണിത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ് പുറത്തുനിന്ന് കാണാൻ വേണ്ടി തന്നെ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഗ്ലോബൽ വില്ലേജ് എത്തി. ഒരു 4 മണിക്കൊക്കെ എത്തണം എന്നായിരുന്നു പ്ലാൻ. ലേറ്റായി, ഇപ്പോൾ ഓൾമോസ്റ്റ് 6:15. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട് കൂടെ. ഐശ്വര്യ, ഹായ് പറയൂ ഗൈസ്. Excited? സോ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറേ പാർക്കിംഗ് ഉണ്ട്, പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രീ പാർക്കിംഗ് അവൈലബിൾ ആണ്, പിന്നെ പെയ്ഡ് പാർക്കിംഗ് അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ ഈ പാത്ത് വേ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടേക്ക് പോവുക. ഈ നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ എൻട്രൻസ്. ഇതിൻ്റെ ഈ ലൈറ്റില്ലേ, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ വന്ന വഴിക്ക് കാണിച്ചില്ലേ, ഗ്രീൻ, റെഡ്, അങ്ങനെ പല പല ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. പിന്നെ നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് അവരതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിട്ടത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഭയങ്കര ഓണാണ്. ഭയങ്കര ബഹളവും ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്, ഞങ്ങൾ ചെന്ന ആ ഒരു സമയത്ത്. അങ്ങോട്ട് നടന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്നത് ടർക്കിഷ് പവലിയനാണ് കേട്ടോ. ഇവിടെ അകത്ത് ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട്. അങ്ങനെ ടർക്കി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് വെറൈറ്റി ഡിഷസ് ഉണ്ട്. അവരുടെ ഡ്രസ്സസ്, ഓർണമെൻറ്റ്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ പല പല ടർക്കിയിൽ കിട്ടുന്ന പല പല വെറൈറ്റി ഐറ്റംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തുടക്കം തന്നെ ടർക്കിഷ് കോഫിയിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും നമുക്കിത് മൊത്തം ചുറ്റി കാണണമെങ്കിൽ നല്ല എനർജി വേണം. അപ്പോൾ കോഫിയിൽ തന്നെ തുടങ്ങണമല്ലോ. അപ്പം അങ്ങനെ പോയപ്പോഴാണ് ഞങ്ങൾ ടർക്കിഷ് കോഫി കണ്ടത്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഒരു ചെറിയ ഷോർട്ട് കോഫിക്ക് 15 dirhams ആണ് കേട്ടോ ഇവിടെ റേറ്റ് വരുന്നത്. കുഴപ്പമില്ല, കുറച്ച് കയ്പുണ്ട്. വെറൈറ്റി ടേസ്റ്റ്, കുറച്ച് കയ്പുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. അല്ല കുഴപ്പമില്ല, നമ്മൾ വിത്ത് ഷുഗർ ആണ് പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല.
ഡിഫറെന്റ്, കുറച്ച് തരിതരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നാക്ക് പൊള്ളി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ട്രൈ ചെയ്ത് എനിക്കൊരു പിടുത്തമില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി ഞങ്ങളൊരു അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ വേറൊരു സ്പൈസി പൊട്ടറ്റോയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അത് കയറി ട്രൈ ചെയ്തു. അത് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഫ്രൈ ആയിട്ടുള്ളത് ഇവിടെ ഫ്രൈ ആയിട്ടില്ല. എങ്ങനുണ്ട്? സെൻട്രലാണ് സ്പൈസ് ഉള്ളത്. തീർത്താം. അത് കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ എമിറാത്തി ഫുഡ് UI പവലിയൻ്റെ ഫ്രണ്ടിൽ എമിറാത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവർ കുറേ ലുക്കൈമത്ത് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബോൾസ് പോലെ ഒരു സ്വീറ്റ് ഡിഷ് സെല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഞങ്ങൾ വിചാരിച്ചത് ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റഫിങ്സ് ആയിട്ട് എന്തെങ്കിലും ചീസോ അങ്ങനെ എന്തെങ്കിലും സ്റ്റഫിങ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നോർമൽ ബോൾസ് ആയിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ അവരെന്ത് നമുക്കിഷ്ടമുള്ള ഡിപ്പിങ്സ് വെച്ചിട്ട് സോസ് ഒഴിച്ചിട്ട് അവരത് തരും. പക്ഷെ ഞങ്ങളിത് വാങ്ങിച്ചില്ല. ഞങ്ങൾ കുറച്ച് നേരം അവർ അതുണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ അവരിങ്ങനെ നമ്മുടെ ഒമാൻ ചിപ്സ് ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒരു ദോശ കൈൻഡ് ഓഫ് തിങ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതും കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. ബോസ്നിയൻ ഹൗസിലെ ഒരു എന്തോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വായിക്കൊള്ളാത്ത പേരാണ്. ബോസ്നിയൻ ഐറൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ മെനു. ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ മെനു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കബാബ് കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് മേ ബി സൗണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല. കിട്ടത്തില്ല. അത് പറ്റില്ലെങ്കിൽ ഞാൻ അല്ലാതെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നോക്കാം. ഐറൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ലെബൻ ഒരു സാധനമല്ലേ? സോറി. കഴിച്ച് ചൂടായിരിക്കും. How's it? എന്താ കഴിച്ചോട്ടെ. സാധനം 40 dirhams ആണ്. സംഭവം 40 dirhams ആണ്. പക്ഷെ അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു നോർമൽ ടേസ്റ്റ്. ഇത് കഴിച്ചാൽ വേറെ അറിയും, അത്രേ ഉള്ളൂ.
1 piece guys, 1 piece. പിന്നെ നേരെ ആഫ്രിക്കൻ പവലിയനിലേക്ക് വിട്ടു. അവിടെ ആയിരുന്നു എൻ്റെ മെയിൻ ടാർഗറ്റ്. എനിക്ക് കുറച്ച് ഷിയ ബട്ടർ വാങ്ങിക്കണമായിരുന്നു. കാരണം കഴിഞ്ഞ ഗ്ലോബൽ വില്ലേജിൽ അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ അത് വാങ്ങിക്കണമെന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു പോയത്. അപ്പം നേരെ അവിടേക്ക് വിട്ടു. This one is carrots. Sorry? Let me help you hold it off. Yeah, sure. What is this? This is carrot and papaya scrap. Okay, I'll have these. For lighting. Scrub. Best for underarms and the beginning area. Is it lighting area? Yeah, a lighting. Oh, okay. അങ്ങനെ പിടിച്ചു. ഇത് നമ്മുടെ അണ്ടർ ആംസും ബിഗ്നി ഏരിയയിലൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിൽ ലൈറ്റ് വെളുപ്പിക്കുന്നു. ക്യാരറ്റ് ആൻഡ് പപ്പായ. എന്ത് ആദ്യമേ സ്ക്രബ് ഇട്ടു, പിന്നെ ഇപ്പോൾ ഒരു സോപ്പ് പോലെ സാധനം, അതിലും ക്യാരറ്റ്, ഹണി, മിൽക്ക് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങാനും ബ്രൈറ്റനായാൽ ഒന്ന് വാങ്ങിക്കാൻ ശ്രമിക്കാം. ശ്രമിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മളൊന്ന് വാങ്ങിച്ചു. Guys, truth reveal. Actually, it feels so smooth and soft. You can feel it. Yeah, I can feel it. എന്ത് പറ? ഇങ്ങോട്ട് കാണിച്ചു. Any difference? ഇങ്ങനെ വെച്ചേ ഇല്ലേ? ഡിഫറൻസ് ഇല്ലേ? See guys. എനിക്ക് മനസ്സിലായില്ല. ഉണ്ട്, ഡിഫറൻസ് ഇല്ലേ? It's good. It's very good. Sure. ശരിയാണ്. ആക്ച്വലി ഇവർ 3 സൈസാണ് ആദ്യം പറഞ്ഞത്. ഒന്ന് 80ക്കും, ഒന്ന് 105ഉം, ഒന്ന് 125. നമ്മുടെ ബഡ്ജറ്റ് അല്ലാത്തത് ഞാൻ 50 ദിറംസിന് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എനിക്ക് ഒരു 55ൻ്റെ ഒരു ബോട്ടിൽ തന്നു. പിന്നെ ഇത് ലൈറ്റ്നിങ്, രണ്ടും ലൈറ്റ്നിങ് ആണ്, രണ്ടും ഒരുമിച്ച്. സോ ഇറ്റ്സ് ഫ്രം മാമ ഗാന. ഷീ ഈസ് റിയലി ഗുഡ് ഗൈസ്. ഫനാൻ എന്തെങ്കിലും വാങ്ങിക്കുന്നോ? എന്നാലും താങ്ക് യു, ബൈ. അങ്ങനെ ഷിയ ബട്ടറും സ്ക്രബും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഖത്തർ കുവൈറ്റ് പവലിയനൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് കണ്ടു. അവിടെ പെർഫ്യൂമൊക്കെ നോക്കി. പിന്നെ ദേ നമ്മുടെ ഇന്ത്യൻ പവലിയനും ഉണ്ടായിരുന്നു, പക്ഷെ അകത്തേക്ക് കയറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ചൈന പവലിയനിലാണ് കേട്ടോ വിട്ടത്. എത്രയാ? ഓ 180. ഇതേ ലൂഫി
ഷാങ്സ്. റേറ്റ് കൂടുതലാണ് ഗൈസ്, അതുകൊണ്ട് 180 ദിറംസ് ഒക്കെ. ഫോട്ടോഗ്രാഫർ ഫ്രീ ഫോട്ടോഗ്രാഫി നടത്തിക്കൊണ്ടിരിക്കുക. ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. തിരക്കേടില്ല. ആക്ച്വലി ഇന്ന് എൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കയിലെ ഷിയ ബട്ടർ ആയിരുന്നു. അത് കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്ക്രബും വാങ്ങിച്ചു. നല്ലൊരു ചേച്ചിയായിരുന്നു. ചേച്ചി സോപ്പിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചെടുത്തു. ഈവൻ റേറ്റ് കുറച്ച് കൂടുതലാണ് സാധനങ്ങളൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുടെ കഴിയുമ്പോൾ 2-3 മാസം കൂടെ കഴിയുമ്പോൾ റേറ്റ് കുറയും. ഇപ്പം തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പോൾ റേറ്റ് നല്ല കൂടുതലാണ്. ബാർഗെയിൻ ചെയ്യാൻ നല്ല ഒരു സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ച് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ബാർഗെയിനിങ് സ്കില്ല് പോലെ ഇരിക്കും. എനിക്കൊരു 5 ദിറംസ് കുറച്ച് കിട്ടി, അത്രേ ഉള്ളൂ. ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? അതെ, നല്ല സാധനം നമുക്ക് കിട്ടും. കുറച്ച് ഫുഡ്സ് ഒക്കെ കഴിക്കാം. പക്ഷേ ഇതുവരെ ഞങ്ങൾ ട്രൈ ചെയ്തതിൽ അങ്ങനെ വളരെ ഹൈപ്പിനൊത്ത് ഒന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് ഈ റോഡ് ഓഫ് ഏഷ്യയിൽ കുറച്ച് നഗ്ഗറ്റ്സ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. 20 ദിറംസ് ആയിരുന്നു കേട്ടോ പ്രൈസ്. It's good, but not for 20 dirhams. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ഓക്കെ 20 dirhamsന് പോകാൻ ഇഷ്ടമായില്ല കേട്ടോ. മോച്ചി ഐസ്ക്രീം 1 പീസിന് 1 പീസ് ഓഫ് മോച്ചി ഐസ്ക്രീമിന് 20 ദിറംസ്. ഗൈസ്, എനിക്ക് താഞ്ചിരയുടെ കൂടെ ഇന്ന് സെൽഫി എടുക്കാൻ പറ്റി. ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു. ആദ്യമല്ല, ഫുൾ ചമ്മലായിരുന്നു. എനിക്ക് കുറച്ച് ആനിമെ പ്രിൻസിൻ്റെ ടീഷർട്ട് വേണമെന്നുണ്ട്. പക്ഷെ ഭയങ്കര റേറ്റ്. നമ്മൾ 2-3 എന്തോ എടുക്കുമ്പോൾ എന്തോ 80 ദിറംസ് എന്താണ് അവർ പറയുന്നത്. ഭയങ്കര റേറ്റ്. ആ ഒരു സൈഡ് മൊത്തം പല പല ഡിഫറെൻറ്റ് റൈഡ്സ് ആണ് കേട്ടോ. എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയം നമുക്ക് തീരെ കുറവായിരുന്നു. പിന്നെ ഫുഡ് കുറച്ച് ട്രൈ ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോയില്ല. നെക്സ്റ്റ് ടൈം എന്തായാലും റൈഡ്സിന് വേണ്ടി മാത്രമായിട്ട് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് സ്പോട്ട് വന്നിട്ട് നമ്മുടെ തായ്ലൻഡ് പവലിയനിലെ തായ് കോർണർ എന്ന് പറഞ്ഞൊരു ചെറിയ ഷോപ്പായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഐസ്ക്രീം ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കഴിക്കാൻ പോയി. ഇതുവരെ കഴിച്ചതിൽ ഇപ്പം ഇതാണ് ബെസ്റ്റ് അല്ലേ? ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തതിലും ദിസ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് വർത്ത് ഫോർ ദ പ്രൈസ്. അങ്ങനെ തായ് പവലിയനെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേജിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വിട്ടു. ഇതാണ് കേട്ടോ അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തായ് ഫുഡ്സ്, പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സ്, മാംഗോ സ്റ്റിക്കി റൈസ്, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഒക്ടോപ്പസ് ഫ്രൈ ഉണ്ട്. പക്ഷേ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ അവരുടെ ഒരു ഫുഡിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് അത്ര പിടിച്ച് നിൽക്കാൻ പറ്റില്ല. മറ്റേ ഒക്ടോപ്പസ് ഒക്കെ ഫ്രൈ ചെയ്യുന്നൊരു ഡിഫറെൻറ്റ് സ്മെല്ലാണ് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ കുറച്ച് നേരം അവിടെ എക്സ്പ്ലോർ ചെയ്തു. അത് ഒരു നല്ല ഭംഗിയുള്ളൊരു പ്ലേസ്, ഒരു സ്പോട്ടായിരുന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ദാഹമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ബബിൾ ടീ വാങ്ങിച്ചു. പക്ഷേ ഒന്നും പറയണ്ട,
നല്ല ഊത്ത സാധനം. ഞാൻ പറഞ്ഞല്ലേ ഫ്രൂട്ടി ആയിട്ട് എന്തെങ്കിലും എടുത്താൽ മതി, ടീ എടുക്കേണ്ടത്. സ്മോൾ വൺ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? 5 റംസിന് ലാഭിക്കായിരുന്നു. അതെ, സ്മോൾ വൺ പറഞ്ഞായിരുന്നെങ്കിൽ 5 റംസിന് നമുക്ക് ലാഭിക്കായിരുന്നു. $30 റംസിന് പോകത്തല്ല. ഇതിൽ വാങ്ങിച്ചതിലോ? ശരി, ഇതുവരെ നമ്മൾ വന്നിട്ട് ലാസ്റ്റ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചതാണ് ബബിൾ ടീ, ബട്ട് നോട്ട് ഗുഡ്. അങ്ങനെ ബബിൾ ടീ എക്സ്പീരിയൻസിന് ശേഷം യൂറോ പവലിയനിൽ ഒരു ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അന്നത്തെ ദിവസത്തെ ഗ്ലോബൽ വില്ലേജ് യാത്ര കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടി ഒന്ന് വരണം. ഇതിപ്പോൾ നമ്മുടെ എക്സിറ്റിൽ ഇറങ്ങുമ്പോൾ ഒരു ഷോ ആണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടി. ഹൗ വാസ് ടുഡേയ്സ് എക്സ്പീരിയൻസ്? ഫുഡ് അവസാനം കഴിച്ച ഫുഡ് മാത്രമാണ് കുറച്ച് പണി തന്നത് അല്ലേ? ബബിൾ ടീ വാസ് ഓക്കെ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ എന്നല്ല, കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ വന്നത് 6:15 ഇപ്പോൾ 10 ഓൾമോസ്റ്റ് 3.25 മണിക്കൂറിന് മുകളിലെടുത്തല്ലേ. ഫുൾ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ എല്ലാ പവലിയൻസും ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, കുറച്ച് പവലിയൻസ് മാത്രമേ കവർ ചെയ്തുള്ളൂ. പിന്നെ ഇവിടെ ആക്ച്വലി നമുക്ക് റൈഡിൽ കയറാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ സമയവും കിട്ടിയില്ല. പിന്നെ ബഡ്ജറ്റിനപ്പുറമായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഇവിടെ എൻട്രി ഫീസ് തന്നെ വീക്കെൻഡ്സിൽ 30 വീക്ക് ഡേയ്സിൽ 25 അപ്പോൾ എൻട്രി ഫീ അല്ലാതെ പിന്നെ അകത്ത് കയറി ഫുഡ് കഴിക്കുന്നതിലും പിന്നെ റൈഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നതിലും അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ഫീസ് കൊടുക്കണം. അപ്പം റൈഡ്സിന് മാത്രമായിട്ട് വേറൊരു ദിവസം വരുന്നതാണ്. പക്ഷേ സമയം കുറച്ച് ടൈം ഉണ്ടായിരുന്നെങ്കിൽ അത് നോക്കാമായിരുന്നു, ബട്ട് ടൈമും ഇല്ലായിരുന്നു. ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടൈമായി 10. പിന്നെ നാളെ ഓഫീസിലും പോകണം. Yeah, so that's it for the day. I hope you guys like this video. എന്തായാലും ഫുള്ള് കാണുക. ആൻഡ് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. Until then, take care guys, stay awesome, bye.